So dear students, this is the second part of the video corresponding to cascade form realization of an IIR filter structure. നമ്മളുടെ ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിൽ we have derived the impulse transfer function and we have also said that the impulse transfer function is the cascade form of two transfer functions, h1 of z and h2 of z. Okay, and we have obtained that h1 of z equals 1 plus 1 by 3 z inverse divided by 1 minus 1 by 2 z inverse. ഇനി കാസ്കേഡ് ഫോമിൽ നമ്മൾ രണ്ട് ട്രാൻസ്ഫർ ഫംഗ്ഷനും സെപ്പറേറ്റ് ആയിട്ട് റിയലൈസ് ചെയ്യും, എന്നിട്ട് കാസ്കേഡ് ചെയ്യും. കാസ്കേഡ് എന്ന് വെച്ചാൽ ഒരു സബ്സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് മറ്റൊരു സബ്സിസ്റ്റത്തിൻ്റെ ഇൻപുട്ടായിട്ട് വരും. So let us see how can we do this. Okay, so we have the first subsystem as h1 of z equals 1 plus 1 by 3 z inverse divided by 1 minus 1 by 2 z inverse. Okay, നമ്മൾ ഈ സബ്സിസ്റ്റത്തിനെ DF2 സ്ട്രക്ചറിൽ റിയലൈസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ h1 of z എന്ന് പറയുന്ന ഫസ്റ്റ് സബ്സിസ്റ്റത്തിനെ ഡയറക്റ്റ് ഫോം 2 സ്ട്രക്ചറിൽ റിയലൈസ് ചെയ്യുവാണ്. ഓക്കെ, ഡയറക്റ്റ് ഫോം 2 സ്ട്രക്ചർ ഇതിനോടകം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാലും ലെറ്റ് us see, we have one pole, we have one 0 and one pole here, right? And in DF2 structure we have a common time delay or a memory element. Okay, ഇനി റൈറ്റ് സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് സീറോയാണ്. സീറോസ് നമുക്കറിയാം ന്യൂമറേറ്റർ പോളിനോമിയലിൻ്റെ റൂട്ട്സ് ആണ്. സോ ഇൻ ദ ന്യൂമറേറ്റർ പോളിനോമിയൽ യു ഹാവ് 1 plus 1 by 3 z inverse. Okay, so here we will be marking plus 1, then you have 1 by 3 into 1 by 3 into z inverse will be marked like this. Okay, since this is a 0, the forward direction is, since this is a 0, it is marked in the right side and it is marked in the forward direction. Okay, so therefore the coefficient remains the same. Now we have the denominator polynomial, which is 1 minus 1 by 2 into z inverse. Okay, so ഡിനോമിനേറ്റർ പോളിനോമിയൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് മാർക്ക് ചെയ്യുന്നത്, വിച്ച് ഇസ് പോൾ, ആൻഡ് 1 വിൽ ബി മാർക്ക്ഡ് ഹിയർ, ആൻഡ് മൈനസ് 1 by 2 ഇൻറ്റു ഇസഡ് ഇൻവേഴ്സ് ആണ്. ഇത് പോൾ ആണ്. പോൾ നമ്മൾ ബാക്ക്വേർഡ് ഡയറക്ഷനിലാണ് മാർക്ക് ചെയ്യുന്നത്, ആൻഡ് ദാറ്റ് ഇസ് ടേക്കൺ ആസ് നെഗറ്റീവ്. ഓക്കെ, ബൈ സൈൻ കൺവെൻഷൻ. സോ ദിസ് ഇസ് മൈനസ് ഇൻറ്റു മൈനസ് 1 by 2 ഇസഡ് ഇൻവേഴ്സ്, ദാറ്റ് ഇസ് പ്ലസ് 1 by 2 ഇസഡ് ഇൻവേഴ്സ് വിൽ ബി മാർക്ക്ഡ് ഹിയർ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ h1 of zനെ രണ്ട് സബ്സിസ്റ്റംസ് h1 of zും h2 of zും ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ ഓരോ സബ്സിസ്റ്റത്തിനും ഓരോ ഇൻപുട്ടും കാണും, ഓരോ ഔട്ട്പുട്ടും കാണും. ഇത് ഫസ്റ്റ് സബ്സിസ്റ്റം ആയതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഇൻപുട്ട് x1 of n എന്നെടുത്തു, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു യുവർ ആക്ച്വൽ ഇൻപുട്ട് ടു ദ കാസ്കേഡഡ് സിസ്റ്റം. x1 of n എന്ന് പറയുന്നത് x of n തുല്യമാണ്, ആക്ച്വൽ സിസ്റ്റത്തിൻ്റെ x of n തുല്യമാണ്. ഓക്കെ, ഇനി ഇത് ഫസ്റ്റ് സബ്സെക്ഷനാണ് h1 of z. അതുകൊണ്ട് ഈ ഫസ്റ്റ് സബ്സെക്ഷൻ്റെ ഔട്ട്പുട്ടിനെ ഞാൻ y1 of n എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പം h1 of z എന്ന് പറയുന്നത് നമ്മളുടെ ഫസ്റ്റ് സബ്സിസ്റ്റത്തിനെ നമ്മൾ DF2 സ്ട്രക്ചറിൽ റിയലൈസ് ചെയ്തു. ഇനി h2 of z എന്ന് പറയുന്നത് നമ്മളുടെ സെക്കൻഡ് സബ്സിസ്റ്റത്തിനെ നമുക്ക് DF2 റിയലൈസേഷൻ ചെയ്യാം. സെക്കൻഡ് സബ്സിസ്റ്റത്തിന് നമുക്ക് ആകെ ഡിനോമിനേറ്റർ പോളിനോമിയൽ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ DF2 സ്ട്രക്ചറിൽ ഡിനോമിനേറ്റർ പോളിനോമിയൽ മാത്രം റിയലൈസ് ചെയ്താൽ മതിയാവും. ആൻഡ് ഡിനോമിനേറ്റർ പോളിനോമിയൽ കൺസിസ്റ്റ് ഓഫ് പോൾസ്, സോ ഇറ്റ് ഇസ് 1 minus 1 by 4 z inverse. ഹിയർ യു വിൽ ബി ഹാവിങ് 1. ദെറാഫ്റ്റർ ഒരു മെമ്മറി എലമെൻറ്റ് ഡ്രോപ്പ് ചെയ്യുന്നു. ഇനി ഈ ബാക്ക്വേർഡ് ഡയറക്ഷനിലാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്, and that is negative. So here the coefficient of z inverse will be minus into minus 1 by 4, that is plus 1 by 4. ഓക്കെ, അങ്ങനെ സെക്കൻഡ് സബ്സിസ്റ്റവും നമ്മൾ DF2 സ്ട്രക്ചറിൽ റിയലൈസ് ചെയ്തു. ഇത് സെക്കൻഡ് സബ്സിസ്റ്റം ആയതുകൊണ്ട് ഇതിൻ്റെ ഇൻപുട്ടിനെ x2 of n എന്നെഴുതി. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഓബിയസ്ലി എന്തായിരിക്കും? y2 of n. ഓക്കെ, ഇനി ഇതും കൂടി ആവുമ്പോൾ നമ്മളുടെ എൻറ്റയർ സിസ്റ്റമായി. അതുകൊണ്ട് y2 of n തന്നെയാണ് y of n. y of n എന്ന് പറയുന്നത് നമ്മളുടെ ആക്ച്വൽ സിസ്റ്റം h of zൻ്റെ ഔട്ട്പുട്ടാണ്. ഓക്കെ,
So here your y2 of n is equal to y of n. ഓക്കെ, ഇനിയാണ് നമ്മൾ കാസ്കേഡ് റിയലൈസേഷനിൽ വരുന്നത്. കാസ്കേഡ് റിയലൈസേഷൻ ഒന്നുമില്ല, ആ കോൺസെപ്റ്റ് ഇവിടെ തന്നെ ക്ലിയർ ആണ്. നമ്മൾ 2 സബ് സിസ്റ്റംസ് ആയിട്ട് എഴുതി, എന്നിട്ട് അതിനെ കാസ്കേഡ് ചെയ്യുന്നു. കാസ്കേഡ് എന്ന് പറഞ്ഞാൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. H1 of Z-ൻ്റെ ഔട്ട്പുട്ട് H2 of Z-ൻ്റെ ഇൻപുട്ടായിട്ട് വരും. സോ ലെറ്റ് us see. ഇത് നമ്മളുടെ H1 of Z ആണ്, അതിൻ്റെ ഇൻപുട്ട് x1 of n, അതെന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് x of n തന്നെയാണ്. നമ്മൾ H1 of Z എഴുതി. ഇനി ഈ സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട് y1 of n അടുത്ത് നമ്മളുടെ H2 Z-ൻ്റെ ഇൻപുട്ടായിട്ട് വന്നു. ക്ലിയർ? പിന്നെ H2 Z നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. H2 Z-ൻ്റെ ഔട്ട്പുട്ടായിരിക്കും നമ്മളുടെ ആക്ച്വൽ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട്. So your overall cascade realization of the given IIR filter will be like this. I hope you have understood the concept. Thank you for watching. See you.